ഹായ്, ഞാൻ ഹെന്ന അയ്യൂബ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഹാബ്സ്. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പിലെ ടോക്സിസിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനേക്കാൾ ഉപരി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിലെ ടോക്സിസിറ്റി നമുക്ക് മാക്സിമം കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ടോക്സിസിറ്റിൻ്റെ ഡെഫിനിഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ഡിഫേഴ്സ്. പക്ഷെ നമ്മൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സേഫായിട്ട് ഫീൽ ചെയ്യാത്ത, എപ്പോഴും നമ്മളെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന, നമ്മളെ സെൽഫിനെ എപ്പോഴും ഹാം ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ഇറ്റ് മേ ബി ടോക്സ്. റിലേഷൻഷിപ്പിലെ ടോക്സിസിറ്റി മാക്സിമം റെഡ്യൂസ് ചെയ്യാനോ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ബൗണ്ടറി സെറ്റിംഗ് ആണ്. നമ്മൾ 2 പേരാണ്. അപ്പോൾ 2 പേർക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള സെൽഫിൻ്റെ വർത്ത് ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പേഴ്സണൽ സ്പേസിനെയും സെൽഫ് റെസ്പെക്റ്റിനെയും ബൗണ്ടറിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് വേറെ തന്നെ ഒരു ഇൻഡിവിജ്വൽ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവരുടെ ഗോൾസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. അതിനെയും കൂടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അവരോട് സംസാരിക്കുന്നതും അവരോട് നിൽക്കുന്നതും എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. നേരെ തിരിച്ച് നമുക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ഹോണസ്റ്റ്ലി ആൻഡ് ഓപ്പൺലി എന്നുള്ളതാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിസൺ ചെയ്യാനും നമ്മൾ തയ്യാറാവണം. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാവണം. ഇതൊരിക്കലും ഒരു 1 വേ പ്രോസസ്സ് ആവരുത്. 2 പേരും മനസ്സിലാക്കി ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ 2 പേരുടെ ഇടയിലും സംഭവിക്കുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ്. നമ്മൾ എന്താ ചെയ്യുക, നീ അത് ചെയ്തില്ല, അയാൾ ഇത് ചെയ്തില്ല, നീ ആ ഫിനാൻസ് എടുത്തില്ല, നീ ആ വീട്ടിലെ ജോലി ചെയ്തില്ല. അതിനെ നമ്മൾ മാറ്റിയിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇന്ന് അവൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്ന് ഞാൻ എടുക്കാം. ഇന്ന് അവന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി വേണം. ഇത് ആണുങ്ങൾ ഇത് തന്നെ ചെയ്യണം, പെൺകുട്ടികൾ ഇത് തന്നെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്ന പോലത്തെ ഒരു ടെൻഡൻസി മാറ്റിയിട്ട് ഞാനും എടുക്കാം, നീയും എടുക്ക്, നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ഇതിനെ നമുക്ക് ബെസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ മാക്സിമം നെഗറ്റിവിറ്റി നമ്മുടെ ഇടയിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. അല്ല, പാസ്റ്റിൽ വന്നുപോയ തെറ്റുകൾ, നമ്മുടെ മുന്നേ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റിവിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഈ റിലേഷൻഷിപ്പ് നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുക? അതുകൊണ്ട് തന്നെ അത് മാക്സിമം കുറയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വരുന്ന നല്ല മാറ്റങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് മുന്നേ ഉണ്ടായ നെഗറ്റിവിറ്റീസ് ലൈഫിൽ നിന്ന് കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കുറേ കൂടെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അഞ്ചാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് അതർ ദാൻ പ്രോബ്ലംസ് എന്നുള്ളതാണ്. ഒരു ഹസ്ബൻഡും വൈഫും ഒരു പ്രശ്നത്തിനെ നേരിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മുന്നേ ഉണ്ടായ ഒരു വഴക്കിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് വി ടോക്ക് അബൌട്ട് ദി പ്രോബ്ലംസ്. പിന്നെയും ആ പ്രശ്നം, ഈ പ്രശ്നം, ഇന്ന കംപ്ലയിൻസും ബ്ലെയിംസും പ്രശ്നങ്ങളും തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് മാറ്റിയിട്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, നമ്മുടെ സാഹചര്യത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഇതിനെ ബെറ്റർ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ, ഇതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺവെർസേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ മാക്സിമം അവരിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. യു ജസ്റ്റ് ഗോ ഫോർ എ കോഫി, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രൈവിന് പോവാം. പക്ഷെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഡിസ്കഷനിൽ നമ്മൾ പ്രോബ്ലംസിനല്ല കൊണ്ടുവരാൻ പറ്റുന്നത്, എന്തൊക്കെ സൊല്യൂഷൻസിന് കൊണ്ടുവരാം. ടെൽ മീ 5 തിങ്സ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, നീ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ. അപ്പോൾ ഇതിലെ ഈ 5 കാര്യങ്ങളും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഫോർ എ ബോണസ് ട്രിപ്പ്, നിങ്ങൾ 2 പേരും സംസാരിച്ചിട്ട് ഇത് ശരിയാവുന്നില്ല, നിങ്ങൾക്ക് എത്രയായിട്ടും ഇതിനെ സെറ്റാക്കാൻ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗോ ഫോർ എ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്. അത് പ്രൊഫഷണലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓർ യു ക്യാൻ കം ടു ഹാബ്സ് വെയർ വി ഹാവ് എ ബിഗ് പാനൽ who specializes and works in relationships. അൾട്ടിമേറ്റ്ലി നിങ്ങൾ തന്നെ വർക്ക് ചെയ്യാനും നിങ്ങൾ തന്നെ എഫേർട്ട് ഇടാനും തയ്യാറാവുന്നിടത്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കീപ് വർക്കിംഗ്, കീപ് ഡൂയിങ് ഗുഡ് തിങ്സ് ഫോർ ഇറ്റ്. ഒരുമിച്ചിരുന്ന് വർക്കൗട്ട് ചെയ്യുക, ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുക, മേക്ക് എ ഹാപ്പി ലൈഫ്. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഹാപ്പി റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൽ എഫേർട്ട് ഇടുക, വർക്ക് ചെയ്യുക. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.